1988 കാലഘട്ടത്തിൽ ഒറ്റപ്പാലത്തെ ശോഭന ജ്വല്ലറി ഉടമ വേലായുധൻ എന്ന വ്യക്തി ഗുരുവായൂരപ്പന് നടയിരുത്തിയ ഒരു കുട്ടിക്കൊമ്പൻ. ഗുരുവായൂർ വേലായുധൻ. തോട്ടക്കര മണിസ്വാമി എന്നയാളാണ് ബീഹാറിൽ നിന്നും ആനയെ വാങ്ങി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അന്നിവന്റെ പേര് രാമചന്ദ്രൻ എന്നായിരുന്നു. മണിസ്വാമിയുടെ കയ്യിൽ നിന്നും വേലായുധൻ എന്ന വ്യക്തി മോഹവില കൊടുത്തു വാങ്ങി ഗുരുവായൂരപ്പന് നടയിരുത്തി. പിന്നീടവൻ ഗുരുവായൂർ വേലായുധൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പുന്നത്തൂർ കോട്ടയിലെ മറ്റാനകളോടൊപ്പം വേലായുധനും വളർന്നു വന്നു. കാലങ്ങൾ പലതു കഴിഞ്ഞു. ആനക്കോട്ടയിലെ രണ്ടാം നിരക്കാരിൽ ഒരുവനായി വേലായുധൻ മാറി. ആരു കണ്ടാലും ഒന്നും നോക്കി നിന്നു പോകുന്ന ഒരാനച്ചന്തം. നല്ല തലയെടുപ്പ്, തികഞ്ഞ പൗരുഷം, ആരെയും കൂസാത്ത ഭാവം. അവന്റെ അടുത്ത് ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ പട്ടയെടുത്ത് എപ്പോൾ എറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ആദ്യകാലത്ത് ഏത് ചട്ടക്കാരനും കൊണ്ടു നടക്കാൻ പറ്റിയ രീതിയിലല്ലായിരുന്നു അവനെങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വേലായുധന്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അധികമാർക്കും ഗുരുവായൂരപ്പന്റെ ഈ ഗജസമ്പത്തിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഒരുപാട് പൂരങ്ങളിൽ വേലായുധൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിലെ ലക്ഷണമൊത്തൊരു കരിവീരൻ. ഇന്ന് വേലായുധൻ ജീവിച്ചിരിപ്പില്ല. 2003 ഒക്ടോബർ 16 വേലായുധൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ശ്വാസം മുട്ടലായിരുന്നു ആനയുടെ മരണകാരണമെന്നാണ് അക്കാലത്ത് വാർത്തകൾ വന്നത്. ചെരിയുമ്പോൾ വേലായുധന് ഏകദേശം 54 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നതെന്ന് ദേവസ്വം രേഖകളിൽ പറയുന്നു.